സോളാർ കേസും രമേശ് ചെന്നിത്തലയുടെ മൗനവും ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടപ്പോൾ ആഭ്യന്തര വകുപ്പ് എവിടെയായിരുന്നു? സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന കോടതി വിധികൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ കേരളം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല എന്താണ് ചെയ്തത്? ഈ കേസിനെ ഇത്രത്തോളം വഷളാക്കുന്നതിലും ഉമ്മൻചാണ്ടി എന്ന ജനനായകനെ വർഷങ്ങളോളം വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നതിലും രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ ഇവയാണ്: കത്തിന്റെ ആധികാരികതയും അന്വേഷണവും. സരിത എഴുതിയ കത്തിൽ പേജുകൾ കൂട്ടിച്ചേർത്തതാണെന്നും അതിൽ അസ്വാഭാവികതയുണ്ടെന്നും അന്ന് തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ കത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കാനോ അനാവശ്യമായി പേജുകൾ കൂട്ടിച്ചേർത്തവരെ ചോദ്യം ചെയ്യാനോ ചെന്നിത്തല തയ്യാറായില്ല. പകരം ആരോപണങ്ങളെ പുകമറയ്ക്കുള്ളിൽ നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇഡിക്ക് പിന്നാലെയുള്ള പാച്ചിൽ, കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനു പകരം ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്യാൻ സഹായിക്കുന്ന CD ഉണ്ടെന്ന പ്രചാരണങ്ങൾക്കും അതിനു പിന്നാലെയുള്ള അന്വേഷണങ്ങൾക്കും വഴിമരുന്നിട്ടത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടും സ്വന്തം സർക്കാരിന്റെ തലവനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആഭ്യന്തരമന്ത്രിയുടെ ഒത്തുകളി. ഒരു കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. എന്നാൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടി തനിച്ചായിപ്പോയ അവസ്ഥയായിരുന്നു. കേസ് വഷളാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ചവർക്ക് ചെന്നിത്തല മൗനാനുവാദം നൽകിയോ? ആരുമായിട്ടായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഒത്തുകളി? വൈകി വന്ന നീതി. ഇന്ന് കോടതികൾ ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കുമ്പോൾ അത് അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് കൃത്യമായ അന്വേഷണം നടത്തി സത്യം പുറത്തുകൊണ്ടുവന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഇത്രയധികം ക്രൂശിക്കപ്പെടേണ്ടി വരുമായിരുന്നില്ല. ചുരുക്കത്തിൽ, സോളാർ കേസിലെ വിവാദങ്ങൾ കൊഴുപ്പിച്ചതിലും ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി തളർത്താൻ അവസരമൊരുക്കിയതിലും അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പങ്ക് വിസ്മരിക്കാനാവില്ല.